ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വരുന്ന KTT 3 ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ KTT 3 പഠനമൊക്കെ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ഇൻ എ ക്യാമറ ഈസ് 5 cm. വാട്ട് ഈസ് ദ പവർ ഓഫ് ദി ലെൻസ്? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് ലെൻസിന്റെ, അതിന്റെ പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പവർ ഓഫ് എ ലെൻസ് ഇക്വേഷൻ എന്താ? പവർ ഓഫ് എ ലെൻസ് P സമം ഇക്വേഷൻ എന്താണ്? P = 1/f എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലെ. പവർ P = 1/f ലെൻസിന്റെ പവർ കാണാനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്താണ് വരിക? ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഓക്കെ, ഡയോപ്റ്റർ ക്യാപിറ്റൽ ലെറ്റർ D ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ കാണിക്കുന്നത്. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. അപ്പൊ പവർ നമ്മൾ ഡയോപ്റ്ററിൽ പറയണം എന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് എപ്പോഴും മീറ്ററിലായിരിക്കണം പറയേണ്ടത്. ഓക്കെ, ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തിലായിരിക്കണം പറയേണ്ടത്? മീറ്ററിലായിരിക്കണം പറയേണ്ടത്. അപ്പൊ P = 1/f അല്ലേ? നമുക്കൊന്ന് ചെയ്തു നോക്കാമേ. ഫോക്കൽ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 5 cm എന്ന് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് സെന്റിമീറ്ററിലിട്ട് കണക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പവർ ഡയോപ്റ്ററിലാണ് പറയുന്നതെങ്കിൽ ഫോക്കൽ ലെങ്ത് എപ്പോഴും മീറ്ററിൽ വേണം പറയാനായിട്ട്. അപ്പൊ നമുക്ക് ഈ 5 cm എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? 0.05 മീറ്റർ എന്ന് വരും. 0.05 മീറ്റർ എന്ന് വരും. ഇനി നമുക്ക് പവർ കാണാം. P = 1/f അല്ലേ? അപ്പൊ 1/0.05 എത്രയാണ് വരുന്നത്? 100/5 എന്ന് വരും. അതായത് 20 ഡയോപ്റ്റർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 20 ഡയോപ്റ്റർ എന്ന ആൻസർ കിട്ടും. ഇതാ ഇവിടെ ആൻസർ വന്നു, 20 ഡയോപ്റ്റർ എന്ന് നമുക്ക് കിട്ടി. ഈ പ്ലസ് എന്ന് അവിടെ ഇട്ടിട്ടുണ്ടല്ലോ അതിന്റെ ഫ്രണ്ടില്. ഈ പ്ലസും അതേപോലെ മൈനസും ഒക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ലെൻസിന്റെ പവർ പറയുമ്പോൾ ഒരു ലെൻസിന്റെ പവർ പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഒരു ലെൻസിന്റെ പവർ പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഇനി പവർ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. പവർ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് അല്ലേ തന്നിരിക്കുന്നത്? അങ്ങനെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് പവറും പോസിറ്റീവ് വന്നത് കേട്ടോ. അപ്പൊ ഇത് ഏത് തരം ലെൻസ് ആണ് എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ എന്റെ കൂട്ടത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ് എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഇത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിക്കവാറും ഉള്ള KTT പരീക്ഷകളിൽ കാറ്റഗറി 3 ഈ ഒരു ക്വസ്റ്റ്യൻ ഫിസിക്കൽ സയൻസിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ശരി, നെക്സ്റ്റ് നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം: എ ലെൻസ് ഇമേഴ്സ്ഡ് ഇൻ ലിക്വിഡ് ബിക്കം ഇൻവിസിബിൾ വെൻ? ഒരു ലിക്വിഡിൽ ഒരു ലെൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു ലിക്വിഡിൽ ഒരു ലെൻസ് നമ്മൾ വെച്ചിരിക്കുന്നു. നമുക്ക് ആ ലിക്വിഡിന്റെ ഉള്ളിൽ കൂടി ആ ലെൻസ് കാണാൻ പറ്റും അല്ലെ? എപ്പോഴാണ് ആ ലെൻസ് ഇൻവിസിബിൾ ആകുന്നത്? ഒരു ലിക്വിഡിൽ ഞാനൊരു ലെൻസ് വെച്ചപ്പോൾ ആ ലെൻസിനെ കാണാൻ പറ്റുന്നില്ല, അത് അദൃശ്യമായി, അത് ഇൻവിസിബിൾ ആയി. അങ്ങനെ ഇൻവിസിബിൾ ആകുന്ന കണ്ടീഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The focal length of the lens is 0. The focal length of the lens is infinity. The refractive index of the lens is less than that of the refractive index of the liquid. The refractive index of lens is same as that of the refractive index of the liquid. ഇതിൽ ഏത് കേസിലാണ് ഒരു ലെൻസിനെ ഞാനൊരു ലിക്വിഡിലേക്ക് വെക്കുമ്പോൾ ആ ലെൻസ് ഇൻവിസിബിൾ ആകുന്നത്? ഏത് കേസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ? ഇപ്പൊ നമുക്കറിയാം, ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുന്ന സമയത്ത് ആ ലൈറ്റിന്റെ പാത്തിന് ചേഞ്ച് ഉണ്ടാകും അല്ലെ? ആ ലൈറ്റിന്റെ ആ ഒരു പോകുന്ന വഴിക്ക് ചേഞ്ച് ഉണ്ടാകും, ഡീവിയേഷൻ ഉണ്ടാകും. ആ ഡീവിയേഷനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനൻ അറിയപ്പെടുന്ന പേരെന്താണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? ലൈറ്റിന്റെ റിഫ്രാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലെ ജലത്തിലേക്ക് എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വലിപ്പം കുറച്ച് മാറിയതായിട്ടും കറക്റ്റ് വലിപ്പത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നതായിട്ടും ആ ഒരു വസ്തു ഉയർന്നിരിക്കുന്നതായിട്ടും ഒക്കെ നമുക്കൊരു തോന്നൽ ഉണ്ടാവത്തില്ലേ? ഇതെല്ലാം റിഫ്രാക്ഷൻ കാരണമാണ്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് പോകുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഒരു ലിക്വിഡിലേക്ക് ഞാനൊരു ലെൻസിനെ വെക്കുമ്പോൾ ലിക്വിഡ് ഒരു മീഡിയമാണ്, ലെൻസ് മറ്റൊരു മീഡിയമാണ്. ഓക്കെ, അങ്ങനെ ആ അങ്ങനെ രണ്ട് മീഡിയം അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഉറപ്പായിട്ട് അവിടെ റിഫ്രാക്ഷൻ നടക്കും അല്ലെ? റിഫ്രാക്ഷൻ നടക്കും. ഓക്കെ,
ശരി, ഇനി രണ്ട് മീഡിയംസ് ഉണ്ട്, രണ്ടിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? അവിടെ റിഫ്രാക്ഷൻ നടക്കില്ല. അവിടെ രണ്ടിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ലൈറ്റ് വളഞ്ഞു പോകുന്ന പരിപാടിയില്ല. ലൈറ്റ് നേരെ തന്നെ എന്ത് ചെയ്യും? ലൈറ്റ് പോകും. അതായത് ആ സമയത്ത് രണ്ടിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ രണ്ട് മീഡിയം ഉള്ളതായിട്ട് കാണാൻ പറ്റത്തില്ല. നമുക്ക് ആ ലെൻസ് അവിടെ ഇൻവിസിബിൾ ആകും. അപ്പൊ എപ്പോഴാണ് ലെൻസ് ഇൻവിസിബിൾ ആകുന്നത്? when the refractive index of the lens is same as that of the refractive index of the liquid. ആ ലിക്വിഡിന്റെയും ലെൻസിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം കാണാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വാസ് ബെസ്റ്റ് എക്സ്പ്ലൈൻഡ് ബൈ. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്? ഒരു ലൈറ്റ് റേ വന്ന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റലിൽ വന്ന് വീഴുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഫ്രീക്വൻസി കാര്യങ്ങളെല്ലാം വേണം. അങ്ങനെ കറക്റ്റ് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു ലോഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മെറ്റലിലേക്ക് ഒരു ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് പോകുന്നു? പുറത്തേക്ക് ഇജക്ട് ചെയ്യപ്പെടുന്നു. ഇലക്ട്രോണുകൾ പുറത്തേക്ക് ഇജക്ട് ചെയ്യപ്പെടുന്നു അല്ലെ. when light hits on a metal surface, electrons are ejected from the surface of the metal അല്ലെ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഇജക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. ഇതിനെയല്ലേ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്, ഡിസ്കവർ ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഹെൻറിച്ച് ഹെഡ്സ് ആണ്. പക്ഷേ അദ്ദേഹത്തിന് അതിന്റെ ലോസ് അല്ലെങ്കിൽ നിയമങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് അതിന്റെ നിയമങ്ങളൊന്നും തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയില്ല. നിയമങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. ആ നിയമങ്ങളെല്ലാം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ വിശദീകരിച്ചത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തതും അതിന്റെ ലോസ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വാസ് ബെസ്റ്റ് എക്സ്പ്ലൈൻഡ് ബൈ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ പുരസ്കാരം കിട്ടുന്നതും ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിനാണ് അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം കിട്ടുന്നത്. കേട്ടോ, അതൊന്ന് ഓർമ്മിച്ച് വെക്കണം. 1921 നോബൽ പ്രൈസ് കിട്ടുന്നത് എന്നുള്ള കാര്യവും കൂടി അവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാലോ. യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ്. യൂണിറ്റ് ഓഫ് പ്രഷർ, പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? പ്രഷറിന്റെ ഇക്വേഷൻ, പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലെ. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ബൈക്ക് പകരം ഞാൻ പെർ കൊടുത്തു. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ അല്ലെ. മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ പ്രഷറിന്റെ യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിന്റെ യൂണിറ്റ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിന്റെ യൂണിറ്റ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു യൂണിറ്റ് യൂസ് ചെയ്യാമല്ലോ പ്രഷറിന്. അതേതാ മറ്റൊരു യൂണിറ്റ്? പാസ്കൽ ആണ്. ഓക്കെ, പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ നമുക്ക് പ്രഷറിന് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു യൂണിറ്റ് ആണ് പാസ്കൽ. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ്? ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സ് അല്ലെങ്കിൽ ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഓക്കെ, ഫോഴ്സ് അല്ലെങ്കിൽ ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്തിന്റെ യൂണിറ്റ് ആണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസിന്റെ യൂണിറ്റ് അല്ലെ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്തിന്റെ യൂണിറ്റ് ആണ്? ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ്. അതായത് അപ്പൊ എം ഇൻറ്റു എ, എന്ത് ഈക്വൽ ടു ആണ്? എം ഇൻറ്റു എ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു അല്ലേ എം ഇൻറ്റു എ. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാലും അത് എന്തിന്റെ യൂണിറ്റ് തന്നെയാണ്? ഫോഴ്സിന്റെ യൂണിറ്റ് തന്നെയാണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാലും ഫോഴ്സിന്റെ യൂണിറ്റ് തന്നെയാണ്. ഇനി ജൂൾ എന്തിന്റെ യൂണിറ്റ് ആണ്? ജൂൾ എനർജി, വർക്ക്, അതേപോലെ ഹീറ്റ്. എനർജി, വർക്ക്, ഹീറ്റ്, ഇത് മൂന്നിന്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂൾ ആണ്. എനർജി, വർക്ക്, ഹീറ്റ് മൂന്നിന്റെയും യൂണിറ്റ് ജൂൾ ആണ്. ഓക്കെ, അങ്ങനെ ഹീറ്റ് പറയുമ്പോൾ പലർക്കും വരുന്നൊരു സംശയമാണ്, ഹീറ്റും ടെമ്പറേച്ചറും ഒന്നാണോ? ഹീറ്റും ടെമ്പറേച്ചറും ഒന്നല്ല, ഒരിക്കലും ഒന്നല്ല. ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ ആണ്. എന്നാൽ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ചോദിച്ചാലോ? ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. ഓക്കെ, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ യൂണിറ്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, പലതിന്റെയും യൂണിറ്റ്സ് മാറി എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് കേട്ടോ. ശരി, നമുക്ക് അടുത്തത് നോക്കാം. ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് കറസ്പോണ്ടിങ് ടു 95 ഡിഗ്രി ഫാരൻഹീറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണെന്ന് പറഞ്ഞു. അത് SI യൂണിറ്റ് ആണ്. ടെമ്പറേച്ചറിന്റെ SI സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുന്നത്.
ബാക്കിയുള്ള ടെമ്പറേച്ചറിന്റെ മറ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ് മുതലായവ ടെമ്പറേച്ചറിന്റെ മറ്റ് യൂണിറ്റുകളാണ്. അതിൽ 95 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലുള്ള വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാരൻഹീറ്റ്, സെൽഷ്യസ്, കെൽവിൻ ഇത് മൂന്നും ടെമ്പറേച്ചറിന്റെ യൂണിറ്റുകളാണ്. ഓക്കെ, അല്ലെങ്കിൽ സ്കെയിലുകളാണ്. അതിൽ 95 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമായിട്ടുള്ള മൂല്യം സെൽഷ്യസ് സ്കെയിലിലേക്ക് വരുമ്പോൾ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഇട്ട് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ഒക്കെ എഴുതി വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. പക്ഷേ ഇക്വേഷൻസ് ഒന്നും ഇടാതെ വേണമെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാം. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. മനുഷ്യ ശരീരത്തിന്റെ താപനില എന്ന് പറയുന്നത്, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇതിന് തുല്യമായിട്ടുള്ള സെൽഷ്യസിലെ വാല്യൂ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നോർമൽ ഹ്യൂമൻ ടെമ്പറേച്ചർ എത്രയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. അതല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞ കാര്യം? അപ്പൊ അത് നമുക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ്. അത് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 95 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 98 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിന് തുല്യമായിട്ട് വരുന്നത് 37 ആണ്. അപ്പൊ 98നേക്കാൾ ഒരല്പം കുറഞ്ഞ വാല്യൂ ആണ് 95 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ സെൽഷ്യസിലോട്ട് മാറ്റുമ്പോൾ 37നേക്കാൾ കുറച്ച് കുറഞ്ഞ വാല്യൂ ആയിരിക്കില്ലേ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്? 37നേക്കാൾ ഒരല്പം താഴ്ന്ന വാല്യൂ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്, അല്ലെ? അപ്പൊ 37നേക്കാൾ കുറച്ച് താഴ്ന്ന വാല്യൂ നമ്മൾ ഓപ്ഷൻസിലോട്ട് നോക്കുമ്പോൾ നമുക്ക് 35 ഡിഗ്രി സെൽഷ്യസ് ആണ് കിടക്കുന്നത്. അപ്പൊ അത് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 35 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാനാണ് ഒന്നും കൂടി എളുപ്പം. ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇക്വേഷൻസ് ഇട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. C is equal to F-32 into 5/9 എന്ന് വരും. F-32 into 5/9 എന്ന് വരും കേട്ടോ. F-32 into 5/9 എന്നാണ് നമുക്ക് ഇക്വേഷൻ വരിക. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ ഈ 95 ആണ് എഫ് ആയിട്ട് എടുക്കേണ്ടത്. 95 - 32 into 5/9 ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആൻസർ അവിടെ കിട്ടിക്കോളും. സെൽഷ്യസിലുള്ള ആൻസർ നമുക്ക് അവിടെ കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ആ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ അടുത്ത് കെൽവിൻ സ്കെയിലുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കൂ. കെൽവിൻ സ്കെയിലിൽ 310 ഡിഗ്രി ഇല്ല, 310 കെൽവിൻ ആണ്. ഓക്കെ, 310 കെൽവിൻ ആണ്. ഏതിലേക്ക് വരുമ്പോൾ കെൽവിൻ സ്കെയിലിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 310 കെൽവിൻ ആണ് കേട്ടോ. 310 കെൽവിൻ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈസ് ഓഫ് ഇമേജ് ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ഓബ്ജക്റ്റ് ഇൻ കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, പ്ലെയിൻ മിറർ, നൺ ഓഫ് ദി എബവ്. സൈസ് ഓഫ് ഇമേജ് ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ഒബ്ജക്റ്റ്. നമ്മളൊരു മിറർ എടുത്തു, ഒരു കണ്ണാടി എടുത്തു. ആ കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ എപ്പോഴും ആ ഓബ്ജക്റ്റിനേക്കാൾ സ്മോൾ സൈസിലുള്ള ഇമേജ് കിട്ടുന്നത് ഏത് മിററിലാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ പ്ലെയിൻ മിററിൽ നമ്മളെ തന്നെ കാണുമ്പോൾ നമ്മുടെ അതേ വലിപ്പമുള്ള ഇമേജ് അല്ലേ നമുക്ക് കിട്ടുന്നത്? സെയിം സൈസിലുള്ള ഇമേജ് ആണ് കിട്ടുന്നത്. അപ്പൊ എന്തായാലും പ്ലെയിൻ മിറർ അല്ല. ഇനി കോൺകേവ് മിററും കോൺവെക്സ് മിററും ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വണ്ടിയിൽ നമ്മുടെ സാധാരണ നമ്മൾ വാഹനങ്ങളിൽ പോകുന്ന സമയത്ത് ഈ വാഹനങ്ങളിൽ സൈഡിൽ ഒരു കണ്ണാടി വെച്ചിരിക്കില്ലേ? പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി സൈഡിൽ വെച്ചിരിക്കുമല്ലോ. ആ കണ്ണാടിക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? റിയർ വ്യൂ മിറർ, അല്ലെ? റിയർ വ്യൂ മിറർ എന്ന് പറയും. ആ റിയർ വ്യൂ മിറർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിററിനെയാണ്. ഓക്കെ, അപ്പൊ ഈ കോൺവെക്സ് മിററിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? ഈ വണ്ടിയിലെ സൈഡിലുള്ള കണ്ണാടിയിൽ നമ്മൾ ഒരു പുറകിൽ നിന്ന് വരുന്ന വണ്ടിയെ കാണുമ്പോൾ ആ പുറകിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ചെറിയ ഇമേജ് അല്ലേ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ആ വണ്ടിയുടെ സൈഡിലെ കണ്ണാടിയിൽ, അല്ലേ? അപ്പോൾ എപ്പോഴും സ്മോളർ ഇമേജ് തരുന്നത് കോൺവെക്സ് മിറർ ആയിരിക്കും എപ്പോഴും ചെറിയ ഇമേജ് തരുന്നത്. ഇനി കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ കോൺകേവ് മിററിന് പല 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 കണ്ടീഷൻസ് ഉണ്ട്, പല കേസുകളുണ്ട്. കോൺകേവ് മിററിൽ വസ്തു എവിടെയാണോ ഇരിക്കുന്നത്, വസ്തുവിന്റെ പൊസിഷൻ അനുസരിച്ച്, വസ്തുവിന്റെ സ്ഥാനത്തിനനുസരിച്ച് കോൺകേവ് മിററിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൽ വ്യത്യാസം വരും, ഇമേജിൽ വ്യത്യാസം വരും.
കോൺകേവ് മിററിൽ വസ്തു ഓരോ സ്ഥലത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് ഓരോ തരത്തിലായിരിക്കും. കോൺകേവ് മിറർ വസ്തുവിന്റെ അതേ വലിപ്പമുള്ള സെയിം സൈസുള്ള ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്, വസ്തുവിനേക്കാൾ ഒബ്ജക്റ്റിനേക്കാൾ ചെറിയ സൈസുള്ള ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി വേറെ കേസുകളിൽ വസ്തുവിനേക്കാൾ വലിയ സൈസിലുള്ള ഇമേജും കോൺകേവ് മിറർ എന്ത് ചെയ്യുന്നുണ്ട്, കോൺകേവ് മിറർ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പല തരത്തിലുള്ള ഇമേജസ് ആണ് കോൺകേവ് മിറർ ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എപ്പോഴും നമുക്ക് സ്മോളർ ഇമേജ് തരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺവെക്സ് മിറർ ആണ് എപ്പോഴും സ്മോളർ ഇമേജ് നമുക്ക് തരുന്നത്. ക്ലിയർ അല്ലേ? ഇനി അവിടെ ഇമേജസിന്റെ പ്രത്യേകതകളും കൂടെ നമുക്ക് ജസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്ലെയിൻ മിറർ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിൻ മിറർ എപ്പോഴും തരുന്ന ഇമേജ് എന്ന് പറയുന്നത് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ്. എന്താണ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിർച്വൽ ആൻഡ് ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നമ്മളിപ്പോൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ നിവർന്ന പ്രതിബിംബം തന്നെയല്ലേ നമുക്ക് കിട്ടുള്ളൂ, തല കുത്തനെയുള്ള ഇമേജ് ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ അതൊരു ഇറക്റ്റ് ഇമേജ് ആണ്. ഇനി വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ നമ്മുടെ നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നു, നമ്മുടെ ഇമേജ് നമുക്ക് അതിന്റെ ഉള്ളിൽ കാണാൻ പറ്റി. ആ കാണുന്ന ഇമേജിനെ എനിക്കൊരു സ്ക്രീനിലേക്ക് ചുമരിന്മേൽ പതിപ്പിക്കാൻ പറ്റുമോ? എന്റെ ഇമേജിനെ എനിക്ക് ചുമരിന്മേൽ പതിപ്പിക്കാൻ പറ്റുമോ ഒരു പ്ലെയിൻ മിറർ ഉപയോഗിച്ചുകൊണ്ട്? പറ്റില്ല. അപ്പോൾ അവിടെ ഉണ്ടായ ഇമേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഇമേജ് ആ കണ്ണാടിയുടെ ഉള്ളിൽ മാത്രമേ കാണുള്ളൂ, ആ മിററിന്റെ ഉള്ളിൽ മാത്രമേ കാണുള്ളൂ. എനിക്കതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ സ്ക്രീനിലേക്ക് നമുക്ക് പതിപ്പിക്കാൻ കഴിയാത്ത ഇമേജസിനെയാണ് നമ്മൾ വിർച്വൽ ഇമേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജ് എപ്പോഴും വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കോൺവെക്സ് മിറർ ആലോചിക്കാം. കോൺവെക്സ് മിറർ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ വണ്ടിയിലെ കണ്ണാടിനെ ആലോചിക്കണം കേട്ടോ. വണ്ടിയിലെ കണ്ണാടിയിൽ എപ്പോഴും ചെറിയ ഇമേജ് ആണ് കിട്ടുന്നത്. ഒരു വണ്ടിയുടെ സൈഡിലുള്ള കണ്ണാടിയിൽ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ തലകുത്തനെയുള്ള ഇമേജ് കിട്ടുമോ? ഇല്ലല്ലോ, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് തന്നെയല്ലേ കിട്ടുള്ളൂ. അപ്പൊ അതും ഏത് ടൈപ്പ് ഇമേജ് ആയിരിക്കും? വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഇറക്റ്റ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വിർച്വൽ ഇമേജ് തന്നെ ആയിരിക്കും കേട്ടോ. ഇറക്റ്റ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വിർച്വൽ ഇമേജ് തന്നെ ആയിരിക്കും. വിർച്വൽ ആൻഡ് ഇറക്റ്റ് എന്നാണ് ഒരു പെയർ ആയിട്ടാണ് വരുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ഓക്കെ, ശരി. അപ്പൊ കോൺവെക്സ് മനസ്സിലായി. ഇനി കോൺകേവ് മിററിന്റെ കേസ് നമ്മൾ എടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കോൺകേവ് മിറർ വസ്തു പല സ്ഥലത്തിരിക്കുമ്പോൾ പല രീതിയിലുള്ള ഇമേജസ് ആണ് ഉണ്ടാക്കുന്നത്. കോൺകേവ് മിറർ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഇമേജിന്റെ സവിശേഷത എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അതായത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന ഇമേജും തല കുത്തനെയുള്ള ഇമേജും ആയിരിക്കും ഒരു കോൺകേവ് മിറർ ഏറ്റവും കൂടുതൽ കേസുകളിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരേ ഒരു കേസിൽ മാത്രം, വസ്തു ഒരേ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ മാത്രം നമ്മുടെ കോൺകേവ് മിറർ എന്ത് തരും? വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് തരും. കോൺകേവ് മിറർ തരും ഒരൊറ്റ കേസിൽ മാത്രം. ആ ഒരൊറ്റ കേസ് ഏതാന്ന് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഒബ്ജക്റ്റ് വസ്തു ബിറ്റ്വീൻ പി ആൻഡ് എഫ് കേട്ടോ. വസ്തു പിക്കും എഫിനും ഇടയിൽ ഇരിക്കുമ്പോൾ, ഒരു കോൺകേവ് മിററിന്റെ പാർട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൽ പി എന്ന് പറഞ്ഞാൽ പോളാണ്, എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണ്. ഒരു കോൺകേവ് മിററിന്റെ പോളിനും ഫോക്കസിനും ഇടയിൽ ഒരു വസ്തു ഇരിക്കുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ, അവിടെ നമുക്ക് കിട്ടുന്ന ഇമേജ് അല്ലെങ്കിൽ കോൺകേവ് മിറർ അവിടെ നമുക്ക് തരുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. മനസ്സിലായോ? ബാക്കിയുള്ള എല്ലാ കേസിലും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമ്മുടെ കോൺകേവ് മിറർ തരിക. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ KTT 3യുടെ പഠനമൊക്കെ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു സെഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. താങ്ക്